പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഹാവൻസ് ഓഫ് ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു ചിക്കൻ ബിരിയാണിയാണ്. അതിനായി അല്പം ചിക്കൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മസാലപ്പൊടിയും മുളക് പൊടിയും നമുക്ക് ചേർക്കാം. അപ്പോൾ തന്നെ ഈ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് നല്ല രീതിയിൽ അതൊന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. 2 ആഴ്ചയായിട്ടുള്ളൂ ഞാൻ പ്രോഗ്രാംസൊക്കെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് എനിക്ക് ഈ ചാനലിനെക്കുറിച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കറിയില്ല. ഞാനൊരു തുടക്കക്കാരി മാത്രമാണ്. നമുക്ക് ആ ചിക്കൻ ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഒരു പാത്രമെടുത്ത് അതിലേക്ക് നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് സ്പൈസസ് നമുക്ക് പൊട്ടിച്ചതിന് ശേഷം പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ സവാള ചേർക്കാം കേട്ടോ. ഞാൻ ഇതിനകത്ത് കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. കാരണം എനിക്കറിയാവുന്ന ടിപ്സാണ് പറയണത്. ഭയങ്കര വലിയ ബിരിയാണിയൊക്കെ വയ്ക്കുന്ന ആളൊന്നുമല്ല ഞാൻ. എങ്കിലും എനിക്കറിയാവുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്സൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. സവാള നമ്മൾ ആദ്യം തന്നെ ചേർക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ സവാള നമ്മൾ ആദ്യം ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി പച്ചമുളകാണ് ഞാൻ ആദ്യം ചേർത്തിരുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇത് അടി പിടിക്കുകയും ചെയ്യും. പിന്നീട് സവാള കറക്റ്റായിട്ടുള്ള രീതിയിൽ മൊരിയില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സവാള മൊരിക്കുകയാണെങ്കിൽ നമുക്ക് സവാള ഒരുവിധം നല്ല രീതിയിൽ അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് വെളുത്തുള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതെല്ലാം മൊരിഞ്ഞ് ബിരിയാണി നമ്മൾ എത്രത്തോളം ഇത് ഇളക്കി മിക്സ് ചെയ്ത് മൂപ്പിക്കുന്നു അത്രത്തോളം. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു ടിപ്പ് പറയാനുള്ളത്, നമ്മൾ സവാള എന്തോരം എടുക്കുന്നോ അതിൻ്റെ ഒരു കിലോ സവാളയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കാ കിലോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. അതാണ് ഞാൻ വലിയ ഒരു ബിരിയാണി വയ്ക്കുന്ന ആരുടെ അടുത്തു നിന്ന് ഞാനത് ഇതിൽ യൂട്യൂബിൽ തന്നെ കേട്ടതാണ്, ഒരു ടിപ്പായിട്ട് ഞാൻ കേട്ടതാണ്. നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുവാണ് കേട്ടോ. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇഞ്ചി കുറച്ച് ഭാഗം, വെളുത്തുള്ളി അതിൻ്റെ ഇരട്ടിയുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ പച്ചമുളക്, ഈ മൂന്നുമാണ് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മസാലപ്പൊടിയോ സ്പൈസസോ കാര്യങ്ങളോ ചേർക്കണമെന്നല്ല ഈ ബിരിയാണിയുടെ ടേസ്റ്റ്. ഇഞ്ചി ആദ്യം ഒന്ന് നമ്മൾ ആ പച്ചമണം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ അത്യാവശ്യം നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് ബിരിയാണി വയ്ക്കുന്നവരാണ് എങ്കിൽ എൻ്റെ രീതിയിലുള്ള ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പഠിക്കുന്നവരാണെങ്കിലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മൾ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കില്ല. ഇത് എന്നാലും ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി അതിൻ്റെ ഇരട്ടി വേണം കേട്ടോ. വെളുത്തുള്ളി എത്രത്തോളം ഉണ്ടാകുന്നോ അത് കറിക്ക് ടേസ്റ്റാണ് കേട്ടോ. ഈ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ ഈ ബിരിയാണിയുടെ ശരിക്കുള്ളൊരു പാർട്ടാണ് കേട്ടോ. കാരണം ഇതിൻ്റെയൊക്കെ ഫ്ലേവറാണ് ശരിക്കും ഇതിൻ്റെ രുചി തന്നെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഞാനൊരു പൊടിക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. കാരണം നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു പാത്രമായതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ അതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കുവാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ആ പച്ചമുളക് ചതച്ച് വെച്ചിരിക്കണം. പച്ചമുളക് ഇത് നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ചതച്ചിടാം, വേണമെങ്കിൽ ഞാനിപ്പോൾ സെപ്പറേറ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് ചതച്ചിട്ടുള്ളൂ. പക്ഷേ സെപ്പറേറ്റ് നമ്മളിത് ചെയ്യുവാണെന്നാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. കാരണം സെപ്പറേറ്റ് നമുക്കത് മൊരിച്ചെടുക്കാമല്ലോ. എല്ലാം കൂടി ഒപ്പമാകുമ്പോൾ അതിൻ്റെ ഫ്ലേവേഴ്സ് കറക്റ്റ് ആവരില്ല. ഇങ്ങനെ തന്നെ ഇത് നമ്മൾ നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് നമുക്കിവിടെ സ്പൈസസ് ചേർക്കാം. സ്പൈസസ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി മസാലപ്പൊടി നമുക്ക് മതിയിട്ട് നമ്മൾ ഓൾറെഡി കുറച്ച് മസാലയിട്ട് പൊട്ടിച്ചായിരുന്നു. നമുക്ക് ഇതിൽ മസാലയുടെ കുത്തല്ല വരേണ്ടത്, കുറച്ച് മസാലപ്പൊടി 1/4 സ്പൂണിൽ താഴെ മസാലപ്പൊടി ചേർത്ത്. കാരണം ഇത്രയും ബിരിയാണിക്ക് നമ്മൾ 1/4 സ്പൂൺ, പിന്നെ മുളക് പൊടി ഒരു 2 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ പച്ചമുളക് മല്ലിപ്പൊടി പിന്നെ പെരിഞ്ചീരകവും കൂടി ചേർക്കുന്നുണ്ട്. ഈ ശരിക്കും മസാലയുടെ സ്പൈസസ് അല്ല ശരിക്കും ബിരിയാണിയുടെ ഈ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് ആ ഒരു ഫ്ലേവറായിട്ട് ശരിക്കും കിട്ടേണ്ടത് കേട്ടോ. മസാലപ്പൊടിയുടെ കുത്ത് നമുക്ക് ബിരിയാണിക്ക് വന്നു കഴിഞ്ഞാൽ അത് കൊള്ളില്ല. ഞാനെല്ലാം ചേർത്തേക്കണത് കുറേശ്ശെയാണ്. ഞാൻ ചിക്കൻ വറുക്കാൻ നേരത്താണെങ്കിൽ ഒരു പൊടിക്ക് മസാലപ്പൊടി ചേർത്തിട്ടുള്ളൂ. ഇപ്പോഴാണെങ്കിലും ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത്, മല്ലിപ്പൊടിയൊക്കെ 1 സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എണ്ണ തെളിഞ്ഞ് വന്നോട്ടെ. ഇത് ഒരുവിധം നമുക്കിത് മിക്സായി റെഡിയായി കഴിയുമ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഒരു 6 സവാള ഉണ്ടോ ഞാൻ ഇതിനകത്ത് അരിഞ്ഞ് ചേർക്കുന്നത്.
പിന്നെ സവാളയാണെങ്കിലും ഒരു 5-6 സവാള തന്നെ ഉണ്ട്. ഇതൊരു 6 സവാളയോളം ഉണ്ട് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് അതൊന്ന് തിളപ്പിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞതാണ് കേട്ടോ. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും വെളിച്ചെണ്ണയും നമുക്ക് ചോറൊക്കെ വിട്ട് നല്ല രീതിയിൽ കിട്ടാനായിട്ട് ഉപ്പും ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം കേട്ടോ. കാരണം ഉപ്പ് നമ്മൾ അതിന് ശേഷം ചോറ് വെന്തതിന് ശേഷം നമ്മൾ ചേർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാവില്ല. അപ്പോൾ നമ്മൾ ആ പാകം നോക്കി വേവ് നോക്കി ശരിയാക്കണം. പിന്നെ ഈ തക്കാളി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇപ്പോൾ വെന്തു കേട്ടോ. നമ്മൾ അരി ഇടുവാണേ. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലുവയ്ക്കൊക്കെ ചെയ്യില്ലേ, അതുപോലെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് കിട്ടണം. കാരണം ഈ ബിരിയാണി വെക്കുമ്പോൾ ശരിക്കും വേണ്ടത് നമുക്ക് ക്ഷമയാണ്. നല്ല രീതിയിൽ നമുക്ക് ക്ഷമയോടുകൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് ക്ഷമയും പാചകത്തിന് വേണ്ടത് നമുക്ക് ക്ഷമ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഒരുവിധം എൻ്റേതായ അറിയാവുന്ന ടിപ്സൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇത് വിട്ട് കിട്ടണതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇതെൻ്റെ അമ്മയാണ് കേട്ടോ എനിക്കിതൊക്കെ പഠിപ്പിച്ച് തരുന്നത്. കാരണം നമ്മൾ മീൻകറി വെക്കുമ്പോഴാണെങ്കിൽ ഇതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞ് നല്ല പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞാൻ ചിക്കൻ ഇട്ടു കേട്ടോ. അത് എനിക്ക് വീഡിയോ മിസ്സായി. ചിക്കൻ ഇട്ടിട്ട് ആ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അത് ഫ്രൈ ചെയ്ത ചിക്കനാണ് കേട്ടോ. അത് കാണിക്കാനും ഞാൻ വിട്ടുപോയി. അത് നല്ല രീതിയിൽ ഡീപ്പായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ആ ചിക്കൻ. അതിനുശേഷം ആ ചിക്കൻ കഴുകി ഒരു തുള്ളി അതായത് ഈ ചിക്കൻ വറുത്തത് നമുക്ക് ഈ ഗ്രേവിയിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു വെള്ളം മതി. അതും നമുക്കൊന്ന് എണ്ണ തെളിഞ്ഞ് വേകുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് അതൊരു ചെറുതീയിൽ നമുക്കത് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം ഈ മസാല ഈ ചിക്കനിലേക്ക് നല്ല രീതിയിൽ അത് പിടിക്കണമല്ലോ. അപ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതൊരു വിധം പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി മല്ലിയില പുതിനയിലയും കൂടി ചേർക്കുവാണ് ഇതിനകത്തേക്ക്. ചേർത്ത് അതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാനീ പറഞ്ഞ പോലെ എനിക്ക് വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും എനിക്കില്ല. ഞാൻ ഇത്രയും നാളായിട്ടുള്ളൂ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് നെയ്യെടുത്ത് അതിലേക്ക് കശുവണ്ടി കിസ്മിസ് നമുക്ക് വറുത്ത് കോരാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും സവാളയും ഞാൻ വറുത്ത് എടുക്കണുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ കാണിക്കുന്നില്ല. വീഡിയോ ഇപ്പോൾ തന്നെ ഞാൻ സാധാരണ ചെയ്യുന്നതിനേക്കാളും ലെങ്ത്താണ്. അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വറുത്ത് കോരി നമുക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും കൂടി ആക്കിയെടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ചോറ് അതിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അത് ഒരു 2 ലെയറായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് മല്ലിയില ഞാൻ വിതരണുള്ളൂ കേട്ടോ. കുറച്ചാണ് ഞാൻ ചെറിയ രീതിയിലുള്ളൊരു ഇതാണ്. ഇത് നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ചേക്കുന്നത് നമുക്കിതിൽ സെറ്റ് ചെയ്യാം. കാരണം നമ്മൾ നേരത്തെ വരട്ടിയെടുത്ത ചിക്കനില്ലേ, അത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണ് ഇത് ഇടുന്നത്. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ എല്ലായിടത്തും ആകുന്ന രീതിയിൽ, എന്നാലാണ് നമുക്ക് ചോറ് ഇടുമ്പോൾ നമ്മൾ റൈസൊക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ മേലും ഇനി അടുത്ത ലെയർ സെറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. നമുക്ക് ആ ചോറും കൂടി ഇതിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ലെയറും കൂടി ഇട്ട് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാക്കാനുള്ള രീതിയിൽ പഠിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യണം കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഒരു ബിരിയാണിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചത്. കുറച്ച് സവാളയും കശുവണ്ടിയും കിസ്മിസൊക്കെ നമുക്കതിലിടാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറിക്കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായ ആയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അടച്ച് വെച്ച് നമ്മൾ ഗ്യാസിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇതിൽ കുറച്ച് നമുക്ക് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അടിയിൽ എന്തെങ്കിലും നമ്മൾ ഒത്തിരി വെള്ളമിട്ടൊന്നുമല്ലല്ലോ അടി ചെയ്തിരിക്കണം. അപ്പോൾ ഒരു പൊടിക്ക് നെയ്യും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങൾ സിമ്മിൽ തന്നെ വെക്കണം. വെച്ച് 10 മിനിറ്റ് ആവി കയറി കഴിഞ്ഞ ശേഷം നമുക്ക് രുചികരമായ ബിരിയാണി റെഡിയായി.